സംഭവമായിരുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ ഒരു ബ്ലാക്ക് സ്പോട്ട് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ സംഭവം ഒരു ഗൂഢാലോചന ആയിരുന്നു, രാഷ്ട്രീയമായ ഗൂഢാലോചന ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ അങ്ങ് മൂടി വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി എടുത്ത് പുറത്തിട്ടു. 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആണെങ്കിലും എന്നുള്ള ഈ ഒരു വിധി, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മതേതരത്വത്തിന്, മതേതര ശക്തി എന്ന് പറയുന്നത് സ്ഥായിയാണ്. ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഗാന്ധിജി കൊണ്ടുവന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ലോകത്തിന് മുമ്പിലുള്ള ഇന്ത്യ, അത് മതേതര ഇന്ത്യയാണ്. ആ കൺസെപ്റ്റ് എന്നും നിലനിൽക്കും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ ഉയർത്തിയ വിധിയാണിത്. കാരണം ഇനിയും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്തു പോകാൻ വലിയ തടസ്സമാവും. അന്നിപ്പോൾ BJP വലിയ പ്രതാപത്തിലിരുന്ന സമയമാണ്. UP-യിൽ അന്നും BJP ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പൊങ്ങി വന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഉണ്ടായത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊന്നും BJP അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് മാത്രം എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് ചിന്തിക്കുന്നവർക്കും അങ്ങനെ അല്ല. ഇതൊക്കെ നമ്മുടെ മതേതര ശക്തി തന്നെയാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് എന്ന് വീണ്ടും വിളിച്ചോതുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം, വിചാരണ നേരിടണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഗതം ചെയ്യുന്നു. അത് തീർച്ചയായും എല്ലാവരും ആ വിധിയെ വിചാരണ നേരിടണം എന്നുള്ളത് പറഞ്ഞതോടുകൂടി അതിൻ്റെ എല്ലാ വിഷയങ്ങളും അപഗ്രഥിക്കപ്പെടുമല്ലോ. അതൊരു വിചാരണയിൽ വരുള്ളൂ. ആ വിചാരണയിൽ അത് വരട്ടെ, അതാണ്. അതുകൊണ്ട് തന്നെ ഇത് മതേതര ശക്തികളുടെ ശക്തി പകർന്നു. ഏതെങ്കിലും ചില വോയിസസ്, ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ ആര് തന്നെ ആയാലും ശരി, ഇത്രയും എന്തെല്ലാം സംഭവങ്ങളാണ്, എത്രയോ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് പിന്നെ കമ്മ്യൂണൽ റയറ്റ് ഉണ്ടായി, ബോംബെയിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി, പിന്നെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ വളർന്നു വന്നു. ഒന്നിൻ്റെ ഒന്ന് റിയാക്ഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. കുറേ തീവ്രവാദി ഗ്രൂപ്പുകൾ വളർന്നു വന്നു. അത് രാജ്യത്ത് മുഴുവൻ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി. എന്തൊക്കെ സംഭവങ്ങൾക്കാണ് ഒരു രാഷ്ട്രീയമായ നീക്കം വഴിവെച്ചത്. ഈ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കാനുള്ള സുപ്രീം കോടതിൻ്റെ വിധി ഇപ്പം അദ്വാനിയും അതുപോലെ മുരളി മനോഹർ ജോഷിയൊക്കെ ഇന്ത്യൻ പ്രസിഡന്റും അതുപോലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെല്ലാം പരിഗണിക്കാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. വേറെ എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്? സുപ്രീം കോടതിയുടെ വിധിയിൽ അതൊന്നും കാണുന്നത് ശരിയല്ല. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമം പഠിച്ചതിന് ശേഷം, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവർ വിധി പറയുന്നതായിട്ട്, മറ്റ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് കോടതിയെ സ്വാധീനിക്കും എന്ന് കരുതാൻ ഒരു ന്യായം ഇതിലില്ല. ഞാനങ്ങനെ കരുതുന്നു.